ഹലോ ഗായ്സ്, വെൽക്കം ടു ഗോബൂസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അപ്പം നമുക്കിന്നൊരു അടിപൊളി പെൻ ഹോൾഡർ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ പനി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു ഗൈസ്. അതേപോലെ തന്നെ എക്സാമുമാണ്. ഇപ്പോൾ പനി വന്നുകൊണ്ട് എൻ്റെ ഷോർട്സ് വീഡിയോ ഇടുന്നത് വളരെ കുറവാണ്. എന്നും ഒരെണ്ണം വെച്ചിടാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ രണ്ടരൊക്കെ വെച്ചിടാറുണ്ടല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഒരെണ്ണം വെച്ചിരുന്നത്. അപ്പോൾ വളരെ ഇതിലാണ് പോണത്. മീൻസ് പനിയും കൂടി പിടിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടണില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് ചുമയും കൂടി വരും. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പെൻ ഹോൾഡറാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ പൂ ഷേപ്പിലാക്കിയിട്ട് രണ്ടെണ്ണം വെട്ടിയെടുക്കുക. നമ്മൾ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ വെട്ടിയെടുക്കാൻ നോക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ ലൈറ്റ് പിങ്ക് കളറാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം. ഞാനിവിടെ ലൈറ്റ് പിങ്കും എന്നിട്ട് അതിന് ബോർഡറായിട്ട് ഡാർക്ക് പിങ്കൊക്കെയാണ് കൊടുത്തെടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ആസ്തറ്റിക് വൈബ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കുറച്ച് ദിവസമായിട്ടൊരു കിടാവ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാറുണ്ടായിരുന്നു, ചേട്ടാ പെൻ ഹോൾഡർ ഉണ്ടാക്കുമോ, പെൻ ഹോൾഡർ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പെൻ ഹോൾഡറിൻ്റെ കാര്യം ഇങ്ങനത്തെ പെൻ ഹോൾഡർ ചെയ്യാമെന്ന് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ പെൻ ഹോൾഡർ ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയി കിടക്കണോണ്ട് ഞാൻ എന്തിട്ടൊക്കെ പറയണതെന്ന് എനിക്ക് തന്നെ കിട്ടാനുള്ള കേസ്. ഞാൻ എന്താ പറയണതെന്ന് തന്നെ എനിക്കൊന്നും ഒരു ബോധമില്ലാണ്ടാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ വളവളവളവളന്ന്. ഇടയ്ക്കിടയ്ക്ക് ചുമയും കൂടി വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് വോയിസ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നിങ്ങളെൻ്റെ ചുമയും കേട്ട് പേടിച്ച് കൊണ്ടുവരും. അതായത് നമ്മളൊക്കെ പെയിൻ്റ് അടിച്ചെടുക്കേണ്ട. എന്നിട്ട് നമുക്ക് ഇതിന് ബോർഡറായിട്ട് ഡാർക്ക് പിങ്ക് എടുത്തിട്ട് കൊടുക്കാം. ലൈറ്റ് പിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ചേർത്ത്, വെള്ള കളർ പെയിൻ്റ് അങ്ങോട്ട് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ലൈറ്റ് കളർ കിട്ടില്ലേ. നിങ്ങൾ ചെയ്ത ക്രാഫ്റ്റ് എൻ്റെ ഇൻസ്റ്റ ഐ ഡിക്ക് അയച്ചിട്ടുണ്ടേ. അപ്പം ഞാനത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റ ഐ ഡിയുടെ പേര് ഇത് തന്നെയാണ്, ഗോബൂസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. സെയിം നമ്മുടെ പിക്ക് തന്നെയാണ്. അതിൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റയുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് അതിന് ബോർഡർ കൊടുക്കാം ഗൈസ്. ബോർഡർ കൊടുത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ക്യൂട്ടാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ക്യൂട്ടാക്കി എടുക്കാം. എന്നിട്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഞാൻ ഇതുവരെ ചെയ്തതിൽ ഇഷ്ടപ്പെട്ട സംഭവം ഏതാണെന്ന് വിചാരിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് എഴുതുന്നത് ഞാൻ ഒന്ന് വായിച്ചിരിക്കട്ടെ, വെറുതെ ഇരിക്കാണല്ലോ. നെയ്ച്ചോമ വരണം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിർത്തി വെച്ചാണ് പറയുന്നത്. പിന്നെ എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടണില്ല. എങ്ങനെ നമ്മളിങ്ങനെ ഫ്ലോയിൽ സാധാരണ പറഞ്ഞു പോകാറുണ്ടല്ലോ, ആ ഒരു ഫ്ലോ എനിക്ക് സാധാരണ പറയണ പോലെ കിട്ടാറില്ല. മുന്നേ ഞാനിങ്ങനെ വള എന്ന് പറയാറുണ്ടെങ്കിലും എനിക്കിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വരുമ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് ചുമ വന്ന് എൻ്റെ വോയിസ് അങ്ങോട്ട് നിന്ന് പോകും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മളപ്പോൾ ഒക്കെ ഇതേപോലെ പെയിൻ്റ് അടിച്ചെടുക്കണ്ടേ. അതിന് നമുക്ക് നടുക്ക് യെല്ലോ കളർ കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഇതേപോലെ കുറച്ച് ഹൈലൈറ്റ് ഒക്കെ കൊടുത്തെടുക്കണം. ഇപ്പം ഞാൻ ഇങ്ങനെ വോയിസ് ഓവറിൽ പറയണത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അധികം ആൾക്കാരൊന്നും കണ്ടില്ലെങ്കിലും ലോങ് വീഡിയോ ആൾക്കാർ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കാണാൻ ഗൈസ്. എല്ലാവർക്കും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുന്നേ. ഇതേപോലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സംഭവം നല്ല രസമുണ്ടല്ലോ പൂ കാണാൻ ഇനിയിട്ട്. അത് വേണ്ടി നമുക്ക് എവിടെയെങ്കിലും കൊട്ടിച്ച് വെച്ചാൽ വരെ ഭംഗിയുണ്ട്. പിന്നെ നമ്മളൊരു ഭംഗിക്കല്ല, നമ്മൾ എന്തായാലും പെൻ ഹോൾഡർ ആണല്ലോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മുടെ സോപ്പെട്ടിമയ്ക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഞാൻ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കണേ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഡബിൾ ടാപ്പില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിച്ചിരിക്കേണ്ട ഗൈസ്. നിങ്ങൾ സാധാരണ ഇത് വെച്ചാലും ഒട്ടിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കോഡ് അതിൻ്റെ കയ്യിൽ നിന്ന് കിടക്കണം. പിന്നെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കാണുന്നവരെ ബായ്. നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ ഇഷ്ടപ്പെട്ട് നീ സബ്സ്ക്രൈബ്.